കല്ലും കവിതയാകുന്ന കല്ലിയൂർ ദിക്കുബലി. വെള്ളായണി കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് 4 ദിക്കുബലികളുണ്ട്. എങ്കിലും വെള്ളായണി കായലിന് അഭിമുഖമായി നടക്കുന്നതാണ് കല്ലിയൂർ ദിക്കുബലി. വെള്ളായണി ദേവിയുടെ ഉത്സവവും കാളിയൂട്ടിന് ശേഷമുള്ള ആറാട്ട് നടക്കുന്നതും വെള്ളായണി കായലിലാണ്. കൽപ്പവൃക്ഷമായ തെങ്ങിലെ ബ്രഹ്മാനന്ദ ലഹരിയായ മധു അഥവാ കള്ള് നുകരാനെത്തിയ പച്ചത്തവള ദേവിയുടെ പ്രതിരൂപമാണെന്ന് വിദ്വാനും സിദ്ധനുമായ കേളം കുലശേഖരവാദി തിരിച്ചറിഞ്ഞു. ദിവ്യമായ ആ തവളയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. കായലിലേക്ക് ചാടിയ ആ തവള യഥാർത്ഥത്തിൽ ദേവിയുടെ പ്രതിരൂപം തന്നെയാണെന്ന് കേളം കുലശേഖരവാദിക്ക് അറിയാം. അതിനാൽ കായലിൽ നിന്ന് ആ ദേവീ ചൈതന്യത്തെ ആവാഹിച്ച് അദ്ദേഹം കലമാൻ കൊമ്പിൽ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ചൈതന്യം തിരുമുടിയിലേക്കും പകർന്നു. ക്ഷേത്ര നിർമ്മിതിക്ക് 8 നായർ കുടുംബങ്ങൾ ഒത്താശ ചെയ്തു എന്ന് ചരിത്രം. ചെത്തുകാരനും കരുവൻ പറയനും കരടി കൊട്ടുന്ന പാണനും ചെണ്ടമേളക്കാരായ തണ്ടാർ സമുദായവും പൂജ നടത്തുന്ന കേളൻ കുലശേഖരവാദിയുടെ പിന്മുറക്കാരായ വിശ്വകർമ്മ സമുദായവും പപ്പരുകളി നടത്തുന്ന കണിയാൻ സമുദായവും വിവിധ ആചാരങ്ങളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മതേതരത്വത്തിൻ്റെയും സമുദായ സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമാണ് വെള്ളായണിയിലെ കാളിയൂട്ട് ഉത്സവം. ക്ഷേത്രപ്രവേശന വിളംബരം വരും മുമ്പേ തന്നെ ജാതിമതഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും പ്രവേശനമുണ്ടായിരുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് വെള്ളായണി. പള്ളിച്ചൽ ദിക്കുബലി പെടാത്ത പ്രദേശങ്ങളും കല്ലിയൂർ പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കല്ലിയൂർ ദിക്കുബലി പരിധിയിൽ വരുന്നു. ക്ഷേത്രപ്പറമ്പിലെ ഉച്ചബലിക്ക് ശേഷം പാതിരയോടെയാണ് ദിക്കുബലി ഘോഷയാത്ര നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനും വൻ തിരക്കാണ്. ശിവരാത്രി പോലെ ഉറക്കമൊഴിഞ്ഞ് ഇതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. വാദ്യമേളങ്ങൾ, തീവെട്ടികൾ എന്നിവയുടെ അകമ്പടിയോടെ തിരുമുടി ദിക്കുബലി കളത്തിലെത്തുമ്പോൾ അവിടെ ഒരു ജനസമുദ്രമായിരിക്കും. അവിടെ ഭക്തിസാന്ദ്രമായ കളങ്കാവൽ വല്ലാത്തൊരനുഭൂതിയാണ്. ഓരോ ദിക്കിലും ദേവി വിവിധ ദോഷങ്ങൾ അകറ്റുന്നു എന്നാണ് വിശ്വാസം. തിരുമുടിച്ചാർത്ത് എന്ന ജനപ്രിയമായ ദേവീഗീതത്തിൽ പള്ളിച്ചലെത്തുമ്പോൾ സൂര്യൻ പള്ളിവാളയന്തി പിറക്കും എന്നാണ് സൂചന. കല്ലിയൂർ ദിക്കുബലിക്ക് കല്ലും കവിതയാകുന്നു. പാപ്പനംകോടെത്തുമ്പോൾ പാപങ്ങൾ തീർത്തു തരുന്നു. കോലിയക്കോടെത്തുമ്പോൾ ദേവിയുടെ തൃക്കോലം കാണേണ്ടത് തന്നെ. നേമം കച്ചേരി നട എഴുന്നള്ളത്തിന് ഭക്തഹൃദയം കച്ചേരി പാടുമെന്നാണ് വർണ്ണന. എന്തായാലും നാടാകെ കണ്ട് പല വീടുകളിലെയും നിറപറ പൂജകൾ തൊഴുത് നീങ്ങുമ്പോൾ നാം ജീവിതമെന്തെന്ന് അറിയുന്നു. സ്നേഹവും മനുഷ്യ നന്മയും കാരുണ്യവും അനുകമ്പയും അറിയുന്നു. ദേവി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്, സ്നേഹത്തിൻ്റെയും ഐകമത്യത്തിൻ്റെയും സന്ദേശം.